കുഴി കണ്ടാൽ അന്നേരം നമ്മൾ വിളിച്ചു പറയും. അത് പെട്ടെന്ന് തന്നെ അവർ ടാറിട്ട് അത് കുഴി അടച്ചു തരുന്നുണ്ട്. ഏത് സാധാരണക്കാരനും ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളെ ഈ ഗവൺമെൻറ് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നിരവധി കുഴികൾ കാണാറുണ്ട്. പലപ്പോഴും പലതിലും വീഴാറുമുണ്ട്. എന്നാൽ അതിനുശേഷവും ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല എന്ന രീതിയിൽ യാത്ര തുടരുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അതേസമയം ഒരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കുഴി കണ്ടാൽ അത് സംബന്ധിച്ച ഉടനടി PWDക്ക് പരാതി നൽകുകയും ആ കുഴി അടപ്പിക്കുന്നത് വരെ ആ പരാതിയുമായി അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് PR അനിൽ എന്നാണ്. കോട്ടയം നെടുങ്ങാടപ്പള്ളി സ്വദേശിയാണ്. ആ വ്യക്തിയാണിപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇത് തുടങ്ങിയത് ഞാനും എൻ്റെ സുഹൃത്തും കൂടി മല്ലപ്പള്ളി കൂടി യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു കുഴിയിൽ വീഴുകയും കൂട്ടുകാരൻ ഓടിച്ച ബൈക്ക് എൻ്റെ കാലിലോട്ട് വീണ് കാലിൽ സൈലൻസർ മുട്ടി അത്രയും ഭാഗത്ത് ദശ വെന്തുപോയി. ഒരു ആഴ്ചയോളം നമുക്ക് ജോലിക്ക് പോകാതെ നമുക്ക് വീട്ടിലിരിക്കേണ്ടി വന്നു. അപ്പം ഞാൻ ആ സമയത്ത് മറ്റുള്ളവരെ കുറിച്ചുകൂടെ ചിന്തിച്ചു. നാളെ മുതൽ ഈ കുഴിയിൽ വേറെ ഒരാൾ വീണ് കഴിഞ്ഞാൽ അവർക്കും ഇതേ അവസ്ഥ വരും. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അത് മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ PWD ട്രിവാൻഡ്രത്ത് കംപ്ലയിൻറ്റ് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മല്ലപ്പള്ളി ഡിവിഷനിൽ നിന്നുള്ള അന്വേഷണം വരികയും അത് ഉടൻ തന്നെ അവിടെ മല്ലപ്പള്ളി ടൗണിലുണ്ടായിരുന്ന കുഴികളെല്ലാം അടച്ച് അത് റോഡ് സഞ്ചാരയോഗ്യമുള്ളതാക്കി മാറ്റി. ഞാൻ തിരുവനന്തപുരത്ത് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള നമ്പറുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും അവർ ശേഖരിച്ച് വെക്കും. എന്നിട്ട് നമുക്കൊരു തരും, ID നമ്പർ തരും. അത് ഫർദർ ആക്ഷന് വേണ്ടിയുള്ളതാണ്. നമുക്ക് അതിൽ ഫോളോ അപ്പ് ചെയ്യാം. അത് നടന്നിട്ടില്ലെങ്കിൽ അവർ വിളിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെ പ്രശ്നം പരിഹരിച്ചോ എന്നുള്ള രീതിയിൽ അവർ നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കും. നല്ലൊരു സമീപനമാണ് തിരുവനന്തപുരത്തു നിന്നും ബന്ധപ്പെട്ട ഇതുപോലുള്ള PWD ഡിവിഷനിൽ നിന്ന് കിട്ടുന്നത്. എൻജിനീയേഴ്സ് എല്ലാം നല്ലവണ്ണം നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഏകദേശം 18ഓളം കംപ്ലയിൻറ്റുകൾ ഞാൻ കൊടുക്കുകയും അതിൽ 16 എണ്ണവും ഇപ്പം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തന്നിട്ടുണ്ട്. ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. അതും അവർ പെട്ടെന്ന് തന്നെ പരിഹരിച്ച് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കൊരു പൗരൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണിത്. കാരണം നമ്മൾ വീണ അവസ്ഥ വേറെ ഒരാൾക്ക് വരരുത്. ഇപ്പം എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ നെടുങ്ങാടപ്പള്ളി ഇതുപോലെ നിരന്തരമായിട്ട് അപകടം ഉണ്ടാകുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. അത് നമ്മളെ PWDയുടെ മുന്നിൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്ന് ടാർ ചെയ്യും. പക്ഷെങ്കിൽ അവിടുന്ന് മേളിൽ നിന്ന് വെള്ളം ഇങ്ങനെ റോഡിലോട്ട് നിരന്തരമായിട്ട് ഒഴുകുന്നുണ്ട്. ആ കട്ടിങ് വീണ്ടും ഉണ്ടാകുകയും അവിടെ അപകടം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് PWD എൻജിനീയേഴ്സ് പറഞ്ഞു നമുക്കതിനൊരു പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് ബ്ലോക്ക് കട്ട നിരത്തി ആ പ്രശ്നം പരിഹരിക്കാം. അങ്ങനെയാണ് ഇൻ്റർലോക്ക് കട്ടയിട്ട് ആ റോഡ് ഇപ്പം സഞ്ചാരയോഗ്യമുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. യാതൊരു അപകടങ്ങളും ഇപ്പം ഉണ്ടാകുന്നില്ല. താങ്കളുടെ പരാതിയിൽ ചെയ്തതാണ്? എൻ്റെ പരാതി ഞാൻ കൊടുത്ത കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. അതാണ് ആദ്യം ഈ ബ്ലോക്ക് കട്ട നിരത്തുന്നതിലായിട്ട്. ഇപ്പോൾ സമീപത്തെ ഞാൻ ഏതിലെല്ലാം യാത്ര ചെയ്യുന്നുണ്ടോ അവിടെ ഇതുപോലെ കുഴി കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞാൻ ബന്ധപ്പെട്ട അധികാരികളെ ഇപ്പം തിരുവനന്തപുരത്ത് വിളിച്ചില്ലെങ്കിലും നമ്മൾ അതാത് ഡിവിഷനിലുള്ള ഓഫീസിൽ വിളിച്ചു പറഞ്ഞാൽ അവർ ഉടൻ തന്നെ വന്ന് പ്രശ്നം പരിഹരിക്കും. ആരെങ്കിലും ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ, പണ്ടെന്ന് പറയുന്ന PWD ഡിപ്പാർട്ട്മെൻറ്റിന് ഇങ്ങനെ ഈ റോഡുകൾ നോക്കാനായിട്ടൊക്കെ ഉണ്ട്. പഴയ കാലത്ത് സ്റ്റാഫുകളുണ്ടായിരുന്നു. അത്രയും സ്റ്റാഫ് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഓഫീസിൽ ഉള്ള ഈ സെക്ഷനിലുള്ള സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ പരാതി പറയുകയാണെങ്കിൽ അവർ ഉടൻ തന്നെ വന്ന് ഈ പ്രശ്നം പരിഹരിക്കും. താങ്കൾ ഈ ഇപ്പോൾ ഒരു സ്ഥലത്തൊരു കുഴി ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ അടക്കം ചിത്രീകരിച്ച് ട്രിവാൻഡ്രത്തേക്കും അല്ലെങ്കിൽ അതാത് സെക്ഷൻ ഓഫീസുകളിലേക്കും അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? പരാതിക്കൊപ്പം. അല്ല, ഞാൻ തിരുവനന്തപുരത്തിന് വീഡിയോ അയക്കുന്നില്ല. തിരുവനന്തപുരം വിളിച്ചു പറയത്തേ ഉള്ളൂ. പക്ഷേ സെക്ഷനിൽ ഇരിക്കുന്ന എൻജിനീയേഴ്സിൽ അവിടെയുള്ള നമുക്ക് പരിചയമായ ഓഫീസേഴ്സിനൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവർ ആ പ്രശ്നം പൂർണ്ണമായിട്ട് കാണുകയും ഉടൻ തന്നെ നടപടി ഉണ്ടാകുകയും ചെയ്യും. അത് നമ്മളെ വിളിച്ചു പറയും. അത് ഇത്ര സമയത്തിനുള്ളിൽ അത് തീർത്തു തരാം. ഇത് കാണുന്ന ചിലരെങ്കിലും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പരാതികൾക്ക് ഉടനടി തീരുമാനം ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടോ? പക്ഷേ രാഷ്ട്രീയമായി ഒരു ബന്ധവുമില്ല. എനിക്ക് യാതൊരു രാഷ്ട്രീയമില്ല. എനിക്ക് എൻ്റെ അനുഭവം വേറെ ഒരാൾക്ക് ഉണ്ടാകരുത് എന്നുള്ള കാര്യത്തിൽ ജനനന്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണിത്. നമ്മൾ ഡ്യൂട്ടി ആയിട്ട് മാറി. ഇപ്പം ഞാൻ യാത്ര ചെയ്യുന്ന എവിടെയാണോ കുഴി കണ്ടാൽ അന്നേരം നമ്മൾ വിളിച്ചു പറയും. അത് പെട്ടെന്ന് തന്നെ മഴയില്ലാത്ത സമയത്ത് അവർ വന്ന് ടാറിട്ട് അത് കുഴി അടച്ചു തരുന്നുണ്ട്. ഇത് ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന കാര്യം, ഏത് സാധാരണക്കാരനും ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളെ ഈ ഗവൺമെൻറ് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മൾ
ഓരോ സെക്ഷനിലും കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിൽ അത് പെട്ടെന്ന് പരിഹരിച്ചു, പണ്ടത്തെ പോലല്ല, ഇപ്പം പെട്ടെന്ന് പരിഹരിച്ചു തരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് യഥാർത്ഥത്തിൽ PWD. എൻ്റെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാം അവർ ചെയ്തു തരുന്നുണ്ട്. നമ്മൾ റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. റിപ്പോർട്ട് ചെയ്താൽ അതിന് പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഈ PWDയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ PWDയുടെ സംബന്ധമായിട്ടുള്ള പരാതികൾ നൽകാനുള്ള ഒരു നമ്പറുണ്ട്. ആ നമ്പറിൽ നമ്മൾ വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അത് റെക്കോർഡ് ചെയ്യപ്പെടും. പക്ഷെ നമ്മളെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP ആണ് നമ്മളെ ID നമ്പർ. ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ആ OTP നമ്പറിൽ നമുക്ക് ഫർദർ അതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന് അറിയാനായിട്ട് വേണ്ടിയാണ് ഈ OTP നമ്പർ തരുന്നത്. ആ OTP നമ്പർ നമ്മൾ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് പറയുകയാണ്, സാറേ നമ്മളെ ഈ പ്രശ്നം ഇതുവരെ പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അവർ സെക്ഷനിലേക്ക് വിളിക്കും. പക്ഷേ എനിക്ക് രണ്ടാമത് തിരിച്ച് വിളിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ. കാരണം നമ്മളൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു OTP തരും. പിറ്റേ ദിവസം തന്നെ ബന്ധപ്പെട്ട PWD സെക്ഷനിൽ നിന്ന് തന്നെ വിളിക്കും, സാറേ എവിടെയാണ് ഈ കംപ്ലയിൻ്റ് എന്നുള്ളത്. അവർ ഒരു 2 ദിവസത്തിനുള്ളിൽ അതെല്ലാം പരിഹരിച്ച് ഇതുവരെ തന്നിട്ടുണ്ട്. നിരന്തരം അപകടം നടന്നിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പം ബ്ലോക്ക് കെട്ട നിരത്തി അവിടെ യാതൊരു അപകടവും ഇല്ലാതാക്കി മാറ്റുന്നത്. അപ്പം ജനങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ബന്ധപ്പെട്ട സെക്ഷനിലൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. എല്ലാവരും മുന്നോട്ട് ഇറങ്ങിയാൽ മതി. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പല റോഡുകളിലും അതാത് സ്ഥലത്തെ ജനപ്രതിനിധികളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ചെയ്യാതിരിക്കുമ്പോഴാണ് വെറും ഒരു സാധാരണക്കാരനായ വ്യക്തി ഇത്രയുമൊക്കെ ചെയ്യുന്നത്. എവിടെ കുഴി കണ്ടാലും ഉടൻ തന്നെ അത് സംബന്ധിച്ച PWDക്ക് നേരിട്ട് പരാതി നൽകുകയാണ് അനിൽ ചെയ്യുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തൻ്റെ പരാതികൾക്കെല്ലാം നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കോട്ടയം കറുകച്ചാലിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.